ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു മിൽക്ക് ജ്യൂസാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഗ്ലാസ് ഫുൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 5 ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏലക്കയുടെ ഫ്ലേവറാണ് ഇതിനുണ്ടാവുക. നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ടവർക്ക് അത്ര ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ഒരുപാട് വേണം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഷുഗറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് പാൽ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു സ്ട്രെയിനർ എടുക്കുക. ഒരു ബൗൾ എടുത്തിട്ട് സ്ട്രെയിനർ എടുത്തിട്ട് നമുക്ക് ഈ അടിച്ച് കൂടുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടിയും പാല് വേണം. അപ്പോൾ ആ ജാറിൽ തന്നെ അതിൽ കുറച്ച് ഷുഗറോ ഏലക്കയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പോരാൻ വേണ്ടി കുറച്ചുകൂടി പാല് ഞാൻ ജാറിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യാൻ ഒഴിച്ച് കൊടുക്കണം. ഇനി തുള്ളി വെള്ളം കേട്ടോ, ഓവർ വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. കാരണം ഇത് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. നല്ല ലൂസ് പാലൊക്കെ ആണെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കട്ടിപ്പാലൊക്കെ ആണെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തുണ്ട്. 1/2 ഗ്ലാസ്സും വേണ്ട, ഒരു 1/4 ഗ്ലാസ്. കാരണം വെള്ളം ഓവറായിട്ട് ഇതിൽ പാടില്ല. അതിനുശേഷം അതൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കസ്കസ് കുറച്ച് കുതിർക്കിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ജസ്റ്റ് അതൊന്ന് ഇളക്കി ചെയ്യുക. നമ്മുടെ മിൽക്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പനിയുടെ സീസണാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അസുഖം കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് ഇട്ട് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഒന്നുകൂടിയും. പക്ഷേ എൻ്റെ പാല് ഫ്രിഡ്ജിലെടുത്തോണ്ട് ലൈറ്റായിട്ടുള്ളൊരു തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ടാൽ കുടിക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ അടിപൊളി മിൽക്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ് പോലും ഇത് ഉണ്ടാക്കാൻ വേണ്ട. ഐസ് ക്യൂബ് ഇട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ്. ഇത് തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു ജ്യൂസാണ്. നമ്മളൊരു എന്താ പറയുക, പായസം കുടിച്ചൊരു ഫീലിംഗ് ഒക്കെ കിട്ടും കേട്ടോ. ഇത് കുടിക്കുമ്പോൾ തന്നെ ഒരു പണിയില്ലാതെ പായസം കുടിക്കാനൊരു ഫീല് കിട്ടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസല്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് മിൽക്കൊക്കെ കൂട്ടി അടിക്കും. ഇതൊന്നുമില്ലാതെ വെറുതെ ഒരു പാല് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.